നോമ്പ് മുസ്ലിങ്ങളുടെ ഒരു ആരാധനയാണ്. അപ്പോൾ ആരാധനാ കർമ്മത്തോട് ചേർന്ന് ഇവിടെ വന്നിരിക്കുന്നവരുടെ കൂടെ ഹിന്ദുക്കളും ക്രൈസ്തവരും ഒക്കെയായ സഹോദരങ്ങൾ ഇപ്പോൾ ഇവിടെ ഒരുമിച്ചിരിക്കുന്നുണ്ട്. ഞാനെപ്പോഴും ജീവിതത്തിൽ സൗഹൃദത്തിൻ്റെ ഒരുപാട് വർത്തമാനങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ഇത് ഈ ഒരർത്ഥത്തിൽ നേരത്തെ പലരും പറഞ്ഞതുപോലെ ഇത് പറഞ്ഞു വെറുതെ പോകേണ്ട ഒരു സംഗതിയല്ല. യഥാർത്ഥത്തിൽ സമൂഹത്തിൽ ഇപ്പോഴും സൗഹൃദം അങ്ങനെയാണ് നിലനിൽക്കുന്നുണ്ട്, പ്രശ്നങ്ങളൊന്നുമില്ല. അതിലേതോ എല്ലാ സമൂഹത്തിലും ന്യൂനപക്ഷം ക്രിമിനലുകൾ ഉണ്ടാവില്ല. ഈ ക്രിമിനലുകൾ മതം കയ്യിലെടുത്തപ്പോൾ ഉണ്ടായ ഈ സോഷ്യൽ മീഡിയ കടന്ന് കുത്തിമറിയണമെന്നല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലുള്ള അളവിൽ ഈ സാധനം കാര്യമായിട്ടൊന്നും ഓടുന്നൊന്നുമില്ല. പിന്നെ കുറച്ചൊക്കെ നമ്മുടെ ഇന്ത്യൻ പാരമ്പര്യത്തിൽ ജാതീയമായ ചില സംഗതികൾ നിലനിൽക്കുന്നുണ്ട്. അത് പൂർണ്ണമായിട്ടും തുടച്ചു നിൽക്കാൻ കഴിയുന്നതല്ല. നവോത്ഥാന നായകന്മാരൊക്കെ അതിനെ പരമാവധി മറികടക്കാനുള്ള ശ്രമങ്ങളാണ് അവർ നടത്തിയിട്ടുള്ളത്. അതിനെയും വിജയിക്കും, മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് കണക്കാക്കാനുള്ളത്. ഞാൻ കുറച്ച് നാൾ മുമ്പ് എന്നെ ഒരു ക്ഷേത്ര ഉത്സവ പരിപാടിക്ക് തന്നെ വിളിച്ചിരുന്നു. ക്ഷേത്ര കമ്മിറ്റിക്കാർ വന്നിട്ട് അന്ന് ഞാനൊരു പള്ളിയിൽ ജോലി ചെയ്യുന്ന സമയമാണ്, കൊടുങ്ങല്ലൂർ വെച്ച്. അപ്പോൾ ആ പരിപാടിയിൽ പങ്കെടുക്കാമെന്ന് വെച്ചു. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സംഗതിക്ക് പോകുന്നത്. അവർ ഓഫീസിലൊക്കെ വരുന്ന വർത്തമാനമൊക്കെ പറഞ്ഞു തന്നാൽ അവിടെ ഒരു ഇതുപോലെ പരിപാടിയാണ്. ആ പരിപാടിയിൽ ഞങ്ങൾ ക്ഷണിക്കാൻ വേണ്ടി വന്നപ്പോൾ ഞങ്ങൾ വേറൊരു ചർച്ച നടക്കുകയാണ്. ഞങ്ങൾ ഈ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ തന്നെ ഈ വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കിയ കുട്ടികൾ അവർക്കുള്ള ഒരു പരിപാടി സംഘടിപ്പിക്കുന്ന ആലോചന നടക്കുമ്പോഴാണ് അവരറിയുന്നത് ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ ഖുർആൻ മനഃപ്പാഠമാക്കുന്ന ഒരു സംവിധാനം കൂടി ഉണ്ട് എന്ന് കണക്കാക്കി. അപ്പോൾ ശ്രീനാരായണീയരാണ് അതിൻ്റെ സംഘാടകരായിട്ടൊക്കെ ഉണ്ടായിരുന്ന മറുഭാഗത്ത്. അപ്പോൾ അവർ ഞങ്ങളോട് പറഞ്ഞു, ഇങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ ആ കുട്ടികളെ ഞങ്ങൾക്കൊന്ന് ആദരിക്കണമല്ലോ. ചെറിയ കുട്ടികളാണ്, 9-10 വയസ്സാകുമ്പോൾ തന്നെ ഈ വിശുദ്ധ 600-ലേറെ പേജുകളാണ് വിശുദ്ധ ഖുർആൻ ഉള്ളത്. അത് മുഴുവൻ മനോഹരമായി പാരായണം ചെയ്യുന്നു, കാണാതെ മനഃപ്പാഠമാക്കി പാരായണം ചെയ്യണം. അവർ പല സമ്മാനം നൽകപ്പാത്ത 40ഓളം വരുന്ന കുട്ടികൾക്ക് അന്ന് അവിടെ വലിയ സമ്മാനമൊക്കെ കൊടുത്തു, അവാർഡൊക്കെ കൊടുത്തു, ഒരു സ്വീകരണമൊക്കെ കൊടുത്തു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നീട് ഇപ്പോൾ ആ നാട്ടിൻ്റെ അവസ്ഥ എന്താ വെച്ചാൽ സൗഹൃദത്തിൻ്റെ ഒരു വർത്തമാനം മാത്രമല്ല, പിന്നീട് തൊട്ടടുത്ത പെരുന്നാൾ ദിവസം അവരൊക്കെ കൂടി പള്ളിയിലേക്ക് പോകും. രാവിലെ നടക്കുന്ന ഈദ് പ്രാർത്ഥനയിൽ അവരൊക്കെ പങ്കാളികളായി, പ്രഭാഷണത്തിലൊക്കെ ഒരു പങ്കാളികളായി. വരുന്നവർക്ക് ഒരു സ്വീറ്റ്സൊക്കെ ആയിട്ടാണ് വന്നത്. ഇന്ന് ആ നാട്ടിൽ മനോഹരമായൊരു സൗഹൃദത്തിൻ്റെ വലിയൊരു അന്തരീക്ഷം അവിടെയുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ബോധപൂർവ്വം ക്രിയേറ്റ് ചെയ്തിരിക്കേണ്ട പുതുതലമുറയ്ക്ക് പകർന്നു വെക്കാൻ പറ്റുന്ന, ഇങ്ങനെ നമ്മളിപ്പോൾ കുറച്ച് പേർ ഇരുന്നെങ്കിൽ വർത്തമാനം പറയുന്നത് എല്ലാവരും കേൾക്കുന്നില്ല, നമ്മുടെ കുട്ടികളിത് കേൾക്കുന്നില്ല. അവർക്ക് കണ്ട് അനുഭവിക്കാൻ പറ്റുന്ന സൗഹാർദ്ദത്തിൻ്റെ എൻ്റെ പള്ളിയിലേക്ക് അല്ലെങ്കിൽ എൻ്റെ ആരാധനാലയത്തിലേക്ക് എൻ്റെ വീടകങ്ങളിലേക്ക് കയറി വരുന്ന മറ്റ് മതക്കാരായ ആളുകളുടെ അനുഭവങ്ങളെക്കുറിച്ചൊക്കെ പങ്കുവെക്കാൻ കഴിയുന്ന നല്ലൊരു സാഹചര്യങ്ങളൊക്കെ നമുക്ക് സൃഷ്ടിക്കാൻ കഴിയേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, നമ്മുടെയൊക്കെ കുട്ടിക്കാലം നേരത്തെ ഇവിടെ നമ്മുടെ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പ്രസിഡന്റ് ഇവിടെ പറഞ്ഞതുപോലെ നമ്മുടെയൊക്കെ കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ. നമുക്ക് അങ്ങനെ വേർതിരിവൊന്നും ഇല്ലല്ലോ, എല്ലാവരും എല്ലായിടത്തും പോകും, കുട്ടികളല്ലേ. അങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ രീതികളൊക്കെ. ഇന്ന് ചെറിയ വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ നമുക്ക് മാറ്റിയെടുക്കാവുന്ന കാര്യങ്ങൾ മാത്രമേ ഇതിനകത്തൊക്കെ ഉള്ളൂ എന്ന് ഞാൻ പറയണം. പേടിക്കാനുള്ള, ഭയപ്പെടാനുള്ള ഭയാനകമായ വർഗീയതയുടെ അന്തരീക്ഷമൊന്നും ഇപ്പോഴും കേരളത്തിൽ ക്ലച്ച് പിടിച്ചിട്ടില്ല. അത് പിടിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം വെച്ചാൽ ഇവിടെ നവോത്ഥാന നായകന്മാർ ഉഴുതുമറിച്ചു പോയ വലിയൊരു മണ്ണാണിത്. ഇനി മറ്റേ കൃഷി വല്ലാതെ പെട്ടെന്ന് ഇവിടെ എന്തില്ല, ഓടില്ല. അതിവിടെ ഈ മണ്ണിന് പാകമല്ല, ഈ മണ്ണിന് പറ്റിയ സാധനമല്ല ഇത്. ആദ്യമായിട്ട് എനിക്ക് കൊടുങ്ങല്ലൂരിനെ കുറിച്ച് പറയുമ്പോഴാണ്, ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പള്ളിയുള്ളത് കൊടുങ്ങല്ലൂരാണ്. നമുക്കറിയാം, ചേരമാപ്പള്ളിയാണ്. ഇന്ത്യയിലെ ഒന്നാമത്തെ ക്രിസ്ത്യൻ പള്ളിയുള്ളതും കൊടുങ്ങല്ലൂരാണ്. എല്ലാവരും അവിടെ വന്നിട്ടാണ്, മുസ്ലിസിൽ വന്നാണ് കപ്പലിറങ്ങുന്നത് ആദ്യമായിട്ട്. അവരെ സ്വീകരിച്ചതോ ഇവിടെയുള്ള ഹൈന്ദവ രാജാക്കന്മാരാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അവർ ചേർത്ത് പിടിച്ച എല്ലാവരെയും. അങ്ങനെയാണല്ലോ ഇത് വളർന്നത്. അല്ലെങ്കിൽ ഇത് ഉണ്ടാവില്ലോ, ഒരിക്കലും ഉണ്ടാവില്ലോ. അന്ന് ആ വകയുടെയും വിദ്വേഷത്തിന്. അപ്പോൾ ആ അങ്ങനത്തെ ഒരു സവിശേഷമായ മണ്ണ് ഒരു പക്ഷേ ലോകത്തൊരിടത്ത് ഇങ്ങനെ ഉണ്ടാവുമെന്ന് നിൽക്കുന്നുണ്ടാണ്. എവിടെയും വംശീയതയാണല്ലോ, ഭയാനകമായ വംശീയതയാണ്. അത് നമ്മൾ എത്ര വലിയ നവോത്ഥാനം, വലിയ പുരോഗമനം പറയുന്ന രാജ്യങ്ങൾ പോലും, ഇപ്പോൾ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളിലൊക്കെ എത്തിയാലും ഈ വംശീയതയുടെ ഇന്നും ദഹിക്കാത്ത ഒരുപാട് സാധനങ്ങൾ അവിടെ കിടക്കുന്നുണ്ട്. പക്ഷേ ഈ മണ്ണെന്ന് പറയുന്നത് സവിശേഷമായ മണ്ണാണ്. ഞാൻ കുറേ കാലം മുമ്പ് അപ്പുറം വായിച്ചു പോകുന്നിടത്താണ് പ്രവാചകൻ ഈ ഇതിനു വേണ്ടി എല്ലാം എനിക്ക് തോന്നുന്നത് എന്തോ ഒരുപാട് ഒരു ആത്മീയ ബന്ധം ഇതിനുണ്ടെന്ന് തോന്നുന്നു. പ്രവാചകൻ കിടന്നുറങ്ങിയിരുന്ന കട്ടില് നമ്മുടെ എവിടെയാണ് നിലമ്പൂരിൽ നിന്ന് കൊണ്ടുപോയ തേക്കിൻ്റെ കട്ടിലായിരുന്നു എന്നാണ് അദ്ദേഹം ഇടയ്ക്ക് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ഇത് കൊണ്ടുവന്ന നാടിനെ നീ അനുഗ്രഹിക്കണേ കുറച്ചവനെ എന്ന് പ്രാർത്ഥിക്കാറുണ്ടായിരുന്ന. ഇങ്ങനെ ഒരുപാട് മഹാന്മാരുടെ പ്രാർത്ഥനകൾ വരെ ലഭിച്ച ഒരു മനോഹരമായ നാട്ടിലാണ് നമ്മളിവിടെ ജീവിക്കുന്നത്. എല്ലാവർക്കും പറയാൻ ഇങ്ങനെ ഒരുപാട് പാഠങ്ങളാണ്. അതുകൊണ്ട് ഇപ്പോഴും വലിയ സന്തോഷത്തിലാണ് ഇവിടെ നിൽക്കുന്നത്. വലിയ സന്തോഷമാണ്. നേരത്തെ പറഞ്ഞ പോലെ വെറുതെ പുറമേയുടെ വർത്തമാനമല്ല, ഹൃദയം നിറഞ്ഞ് നമുക്ക് പറയാൻ പറ്റും ഈ മണ്ണ് വർഗീയതയ്ക്ക് ഒരു നിലയ്ക്കും പാകപ്പെടുന്ന മണ്ണല്ല.
ഇത് ഞങ്ങൾ വിട്ടുകൊടുക്കൂല. അതുണ്ടാവില്ല ഈ മണ്ണിൽ. ഇതിനകത്ത് അതിനെ പ്രതിരോധിക്കാനുള്ള വേറെന്തൊക്കെയോ സാധനം ഈ മണ്ണിൽ കലർന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇതിനകത്ത് പെട്ടെന്ന് ഈ സാധനമൊന്നും ഓടില്ല എന്ന് തന്നെയാണ്. അതുകൊണ്ട് നമ്മളിങ്ങനെ കൂടിയിരിക്കുന്നത്. പക്ഷേ നമ്മുടെ ഈ കൂടിയിരുത്തം പോലെ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും ചിന്തിക്കാൻ പോലും പറ്റില്ല. നമുക്ക് ഇങ്ങനെ നമ്മളിരിക്കുന്നുണ്ട്. പല സംസ്ഥാനങ്ങളിൽ ചിന്തിക്കാൻ പോലും പറ്റണമല്ലേ ഇത്. ഇന്നലെ ഞാൻ പാലക്കാട് ടൗണിൽ ഇതേപോലെ ഒരു പരിപാടിയിൽ പങ്കെടുത്തു. അത്ഭുതം തോന്നി. എന്തോ ഒരു രസകരമായ അനുഭവമാണ്. വിവിധ മതങ്ങളുടെ ആളുകൾ എല്ലാവരും ഇങ്ങനെ ഒരുമിച്ചിരിക്കുക, വർത്തമാനം പറയുക, ആശംസകൾ നേരുക. പറയുമ്പോൾ ഇങ്ങനെ പാലക്കാട് ഇതേപോലെ ഒരു പരിപാടിയിൽ പങ്കെടുത്തിട്ട് ഞങ്ങൾ ഒരു ക്രിസ്മസിൻ്റെ സമയമാണ്. അപ്പോൾ ആ സമയത്ത് ഞങ്ങളവിടെ പോകുമ്പോൾ ആ സമയത്ത് ഈ ക്രിസ്മസും ഓണവും പെരുന്നാളൊക്കെ കൂടെ ഒന്നിച്ചു വരുന്നൊരു സീസണായിരുന്നു. ഞങ്ങൾ ഈ സൗഹൃദ സംഗമത്തെ സംഘടിപ്പിക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചയ്ക്ക് വേണ്ടി അവിടെ പോയപ്പോൾ നമസ്കരിക്കാൻ സമയമായി. എനിക്ക് ഒരുപക്ഷെ ഞാൻ ആദ്യമായിട്ടാണ്, ഞാൻ ജീവിതത്തിൽ ആദ്യവും അവസാനമായിട്ട്, ഇനി അവസാനം എനിക്കറിയില്ല, ഇന്നുണ്ടാവുമെന്ന് അറിയില്ല, ആദ്യമായിട്ടാണ് ഒരു ചർച്ചിൽ നമസ്കാരം നിർവഹിക്കുന്നത്. ബാങ്കൊക്കെ കൊടുത്ത് അവിടെ അച്ഛൻ ഒരേ നിർബന്ധം ഇവിടെ തന്നെ നമസ്കരിക്കണമെന്നായി. അപ്പോൾ ഞങ്ങളവിടെ നമസ്കാരമൊക്കെ നിർവഹിച്ചു. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ആരൊക്കെയോ പണികൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ വിജയിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അതൊക്കെ അങ്ങനെ തന്നെ നടന്നു പോകും. നമ്മൾ ഇനിയും അന്യോന്യം ചേർന്നിരിക്കും. എല്ലാവരെയും ഞാൻ വളരെ ഹൃദയപൂർവ്വം, നമ്മുടെ പെരുന്നാൾ വരികയാണ്. പെരുന്നാൾ വരുന്ന മിക്കവാറും ഇനിയിപ്പോൾ ഈ വെള്ളിയാഴ്ച കഴിഞ്ഞാൽ അടുത്ത വെള്ളിയാഴ്ച, അതായത് മിക്കവാറും 19-ാം തീയതി 20-ാം തീയതിയാണ് പെരുന്നാൾ നമുക്ക് വരാനിരിക്കുന്നത്. പെരുന്നാൾ നമ്മുടെ വിപുലമായ ഈദ്ഗാഹ് നമുക്കിവിടെ സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് നടക്കും. എല്ലാവരെയും ഹൃദയപൂർവ്വം ഈദ്ഗാഹിലേക്കും കൂടി ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വർത്തമാനം അവസാനിപ്പിക്കുമ്പോൾ ഒന്നും കൂടി പറയാനുള്ളത്, നമുക്കിങ്ങനെ ഒരു ഇരുത്തം മാത്രം പോരാ. നമുക്കിങ്ങനെ വിവിധങ്ങളായ മതങ്ങളുടെ പരിപാടികളുമായി ബന്ധപ്പെട്ട് നമുക്ക് ചേർന്നിരിക്കണം. ശരിക്കും പറഞ്ഞാൽ ഇവിടെയല്ല, എനിക്ക് പറഞ്ഞാൽ അതാത് ആരാധനാലയങ്ങളിൽ തന്നെ പോകാനും ഇരിക്കാനും വർത്തമാനം പറയാനും അവിടെയുള്ള വിശ്വാസികളോട് ചേർന്നിരിക്കാനും ഒക്കെ നമുക്ക് പറ്റണം. അവർക്ക് സമ്മാനങ്ങൾ കൈമാറിയും ചേർത്ത് പിടിച്ചും ആശംസകൾ നേർന്നും ഒക്കെ ഒരുമിച്ച് പോകാൻ നമുക്ക് സാധിക്കണം. ആലത്തൂരിന് അങ്ങനെയുള്ള ഒരു മനോഹരമായൊരു കാലത്തിൻ്റെ അതിനെ ചുക്കാൻ പിടിക്കുന്ന ഒരു സംവിധാനമായി നമ്മുടെ സൗഹൃദവേദി മാറട്ടെ എന്ന് മാത്രം ഒട്ടും കാപട്യമല്ലാതെ നിറഞ്ഞ ഹൃദയത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ട് നോമ്പുതുറയുടെ സമയമായി വരികയാണ്. എന്തായാലും ഞാൻ എൻ്റെ വർത്തമാനം അവസാനിപ്പിക്കുകയാണ്. ഈ നോമ്പ് നേരത്തെ ഇവിടെ ഫലാഹി ഉസ്താദ് ഇവിടെ നമ്മളോട് സംസാരിച്ചു, നോമ്പിനെ കുറിച്ചൊക്കെ പറഞ്ഞു. നേരം വെളുത്താൽ വൈകുന്നേരം വരെ പട്ടിണി ഇരിക്കുകയാണ് എൻ്റെ മോളിപ്പോൾ ഒരു സ്ഥലത്ത് പഠിക്കുകയാണ്. അവിടെ ഇപ്പോൾ അട്ടപ്പാടിയിലാണ് ഉള്ളത്. ഫീൽഡ് വർക്കിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ 1 മാസമായിട്ട് അവിടെ ഹോസ്പിറ്റലുണ്ട്. അപ്പോൾ അവിടെ അവളുടെ കൂടെയുള്ള കൂട്ടുകാരികൾ 3 പേരാണ്. ഒരാൾ ഹിന്ദുവാണ്, ഒരാൾ ക്രിസ്ത്യനാണ്. ഈ കുട്ടികളെല്ലാവരും കൂടെ ഒരുമിച്ച് നോമ്പെടുക്കുകയാണ്. എന്നിട്ട് എന്നെ കഴിഞ്ഞ ദിവസം എന്നോട് വിളിച്ച് പറഞ്ഞു, അത്താഴം കഴിക്കാൻ എണീറ്റപ്പോൾ ലേശം വൈകി, സുമയ്യാരോട് എത്ര പറഞ്ഞിട്ടും ഭക്ഷണം കഴിക്കണില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെ ഇത് കൊടുത്തവനെ കഴിക്കാൻ പാടില്ലെന്നൊരു വകുപ്പുണ്ട്, പക്ഷേ നിവൃത്തിയില്ലെങ്കിൽ നോമ്പ് ഒഴിവാക്കാവുന്ന മതത്തിൻ്റെ നിയമമുണ്ട്, ഇടങ്ങറായി ആരും നോമ്പ് പിടിക്കരുതെന്ന് പ്രത്യേകം പറയുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു നോക്കിയിട്ട് രക്ഷയില്ല. അതുകൊണ്ട് ഞങ്ങളും ഭക്ഷണം കഴിക്കേണ്ടതെന്ന് വെച്ചാൽ, ഞങ്ങൾക്കും നോമ്പ് തന്നെയാണ്, ഞങ്ങളും ഭക്ഷണം കഴിക്കേണ്ടതെന്ന് വെച്ചിരിക്കുകയാണ്. വൈകുന്നേരം ആയപ്പോൾ ഞാൻ വിളിച്ചു, എന്തായെന്ന് ചോദിച്ചു. ഒരു കുഴപ്പമില്ല, ഇപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്, അത്താഴം കഴിച്ചില്ലെങ്കിലും നോമ്പൊക്കെ സാധാരണ പോലെ തന്നെയാണ് എന്ന് മനസ്സിലായി. എന്ന് പറഞ്ഞാൽ കുട്ടികൾ ഇങ്ങനെ ഒരുമിച്ച് പോവാണ്. ഈ ഒരു സ്നേഹത്തിൻ്റെ ഒരു സംഗതിയാണ്. ഇവരിടയ്ക്ക് അവിടെ പോയി താമസിക്കും, വീടുകളിലേക്ക് അവർ പോകും. അപ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണ് എൻ്റെ ഒരു സംഗതികളുള്ളത്. അപ്പോൾ ഞാൻ പറയുന്നത്, നമ്മുടെ മക്കൾക്കിടയിലും നമ്മൾ വിചാരിക്കുമ്പോഴുള്ള അകലങ്ങളൊന്നും യഥാർത്ഥത്തിലില്ല. പക്ഷെ അത് വേർതിരിവ് ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അവരൊക്കെ സ്നേഹിക്കട്ടെ. ഈ അടുത്ത കുറച്ച് ദിവസം മുമ്പാണ് ഞാൻ ഈ സ്കൂളിൽ പോയി, അവിടെ ഗേൾസ് സ്കൂളിൽ പോയപ്പോൾ എൻ്റെ മോളവിടെ പഠിക്കുന്നുണ്ടുള്ളൂ, 9-ാം ക്ലാസ്സിലാണ്. അപ്പോൾ അവിടെ ക്ലാസ്സിൽ ഈ PTA മീറ്റിംഗ് നടക്കുമ്പോൾ അവിടെ വലിയൊരു ചർച്ച, ഒരു പക്ഷേ ആ പേരൻസ് ആരെങ്കിലും ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, വലിയ ചർച്ച നടക്കുകയാണ്. എന്താ വെച്ചാൽ അവിടെ ഉണ്ടതൊരു 10 കുട്ടികൾ ചേർന്നിട്ടുള്ളൊരു കൂട്ടായ്മയുണ്ട്. ഇവർ ഭയങ്കര സൗഹൃദമാണ്. അപ്പോൾ അതുകൊണ്ട് ഇവർ ഒരുമിച്ചിരുന്നാൽ ശരിയാവില്ല, ഇവർ 9-ാം ക്ലാസ് പാസ്സാവണമെങ്കിൽ എല്ലാവരും വേറെ സ്ഥലത്ത് ഇരുത്തണം എന്നൊരു വർത്തമാനം. ഞാൻ പറഞ്ഞു, ഒരിക്കലും അങ്ങനെ ഇരുത്തല്ലേ, ആ കുഞ്ഞുങ്ങൾ സ്നേഹിച്ച് വളരട്ടെ. പരീക്ഷയ്ക്ക് 2 മാർക്ക് കുറഞ്ഞാൽ യാതൊരു കുഴപ്പമില്ല, അവർ ഒരുമിച്ച് വളരട്ടെ, ഒരുമിച്ചിരിക്കട്ടെ. വ്യത്യസ്ത മതങ്ങളിലുള്ള കുട്ടികൾ ഒരുമിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാനിത് വർത്തമാനം പറഞ്ഞപ്പോൾ കുട്ടികൾ ആ 10 പേരും ഏറ്റവും ബേക്ക് വെച്ചിട്ട് തന്നെ അവരിക്കുന്നുണ്ട്. എണീറ്റ് നിന്ന് പെൺകുട്ടികളെ കൈയടിച്ചു. എന്നിട്ട് അവർ പറഞ്ഞു, ഞങ്ങൾ കുറേ കാലമായി പറയുന്നു, ഇതുകൊണ്ടൊന്നും പഠനമൊന്നും മുടങ്ങില്ല, ഇതുകൊണ്ട് സ്നേഹം വർദ്ധിക്കുകയല്ലേ ചെയ്യുള്ളൂ. ഇങ്ങനെ സൗഹൃദം ഉണ്ടാകുമ്പോഴല്ലേ കൂടുതൽ നന്നായി പഠിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഒരിക്കലും നമ്മുടെ കുഞ്ഞുങ്ങളെ വേർതിരിക്കാതിരിക്കുക, അവർ ചേർന്നിരിക്കട്ടെ, ഒരുമിച്ച് വർത്തമാനം പറയട്ടെ, ഒരുമിച്ച് ഭക്ഷണം കഴിക്കട്ടെ. നമുക്കിനിയും എല്ലാ ആഘോഷവേളകളിലും ഒരുമിച്ചിരിക്കാം, പരസ്പരം സൗഹൃദങ്ങൾ പങ്കുവെക്കാം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഈ റമദാൻ ആശംസകൾ, ഒപ്പം അഡ്വാൻസ്ഡായിട്ട് ചെറിയ പെരുന്നാൾ ആശംസകളും കൂടി നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.